ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മളൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് സ്വിംഗ് ട്രേഡിങ്. ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു കാലമാണ്. ഈ കോവിഡ് കാലത്തിന് ശേഷം ഓപ്ഷൻ ട്രേഡിങ്ങൊക്കെ വളരെ പ്രശ്നത്തിലാണ് ഇപ്പോഴും കിടക്കുന്നതാണെന്ന് സെബി പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രോക്കേഴ്സ് സീറോദ ആണെങ്കിലും മറ്റ് ഏത് ബ്രോക്കേഴ്സ് ആണെങ്കിലും ICICI ഡയറക്റ്റോ ഏഞ്ചൽ വണ്ണോ അവർ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് 9 ആളുകളിൽ 10 ആളുകളിൽ 9 ആളുകളും ഫെയിലാണ് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ട്രേഡിങ്ങിൽ നഷ്ടം വരുന്നതുകൊണ്ട് ഓപ്ഷനിൽ നിന്ന് മാറിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ? അപ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിലാണ് ആളുകൾ കൂടുതൽ താല്പര്യം എടുക്കുന്നത്. മറ്റേ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണല്ലോ. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇൻവെസ്റ്റിംഗ് മെത്തേഡിലൂടെ പോകും. അതിൽ ട്രേഡ് നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിംഗ് മാത്രമല്ല, അപ്പോൾ ഒരു ട്രേഡ് ഉണ്ടാകുമ്പോൾ അത് ഒരു ഡെയിലി ആക്ടിവിറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയ്ക്കോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നല്ല ട്രേഡ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. സ്വിംഗ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിൽ നല്ല സ്റ്റോക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം. ഏറ്റവും ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്താൻ പറ്റും. അത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സ്റ്റോക്ക് നല്ല നിലയിലായിക്കോളുന്നില്ല. സ്റ്റോക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ മാർക്കറ്റിൻ്റെ ചലനങ്ങളനുസരിച്ച് തന്നെ നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പറയട്ടെ, നമ്മളിത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അതല്ലെങ്കിൽ സജഷനോ ഒന്നുമല്ല, പഠനാർത്ഥമായിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ 20 വർഷത്തിലധികമുള്ള മാർക്കറ്റിലെ പരിജ്ഞാനമുണ്ട്. പ്രമുഖ ബ്രോക്കറേജ് കമ്പനികളൊക്കെ ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള പരിജ്ഞാനമുണ്ട്. 5-ലധികം സർട്ടിഫിക്കറ്റുകൾ നമുക്ക് NSE അക്കാദമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിങ്, ഇങ്ങനെ കുറേ 4-5 സർട്ടിഫിക്കറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ഇതിനെപ്പറ്റി ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായും ഉപകാരപ്പെടും തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മളുടെ ഇൻബോക്സിൽ ആളുകൾ വന്നിട്ട് പറയുന്ന അത്തരം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തുക, അതിലൂടെ ട്രേഡ് ചെയ്ത് നേട്ടം ഉണ്ടാക്കുക എന്നത് ഏതൊരു ട്രേഡറുടെ സ്വപ്നമാണ്. സൂചിപ്പിച്ചല്ലോ. ദൗർഭാഗ്യവശാൽ ചില ട്രേഡർമാർക്കും പിഴവ് പറ്റി തുടങ്ങുന്നത് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നിടത്ത് നിന്ന് തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം ചിലർ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടിയ വോളിയമുള്ള സ്റ്റോക്കും അതോടൊപ്പം വില കുറഞ്ഞ സ്റ്റോക്കും കണ്ടെത്തി വാങ്ങുക എന്നുള്ളതാണ്. ഈ വില കുറഞ്ഞ സ്റ്റോക്കാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്ന് വെച്ചാൽ വില കുറഞ്ഞ സ്റ്റോക്ക് അല്ലാതെ മോശമാണെന്ന് നമ്മളോട് പറയുന്നില്ല. പക്ഷേ വില കുറഞ്ഞ സ്റ്റോക്കുകൾ സാധാരണ ഇൻവെസ്റ്റേഴ്സിനത് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. വില കുറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കുറവായിരിക്കും. അത് കൂടാതെ പല ഫണ്ടമെൻ്റൽ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നോക്കാം. എന്നാൽ അതൊരു തെറ്റായ കോൺസെപ്റ്റാണെന്ന് സൂചിപ്പിച്ചല്ലോ. ആദ്യമായി പറയട്ടെ, ഇത് സ്റ്റോക്ക് റെക്കമെൻഡ് അല്ല, അത് നമ്മൾ സൂചിപ്പിച്ചു. വില കുറഞ്ഞ സ്റ്റോക്കിന് സ്വാഭാവികമായും വോളിയം കൂടുമെന്നത് വാസ്തവമാണ്. സ്വാഭാവികമായിട്ടും വില കുറയുമ്പോൾ വോളിയം കൂടുതലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു MRFൻ്റെ ഏകദേശം 80,000 രൂപകളുള്ള സ്റ്റോക്ക് എത്ര പേര് മേടിക്കും? അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ABB അതിന് 7,000 രൂപ 8,000 രൂപയാണ്. അതുപോലെ കൂടിയ വിലകളൊക്കെ ഉണ്ട്. അതൊക്കെ ആളുകൾ കുറവ് മേടിക്കും. പക്ഷേ ABBക്ക് നല്ല വോളിയുണ്ട്. അത് നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ്. അപ്പം വില കുറഞ്ഞ സ്റ്റോക്കുകളാകുമ്പോൾ അത് എണ്ണം കൂടുതൽ മേടിക്കും, അവിടെ വോളിയം വർദ്ധിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ എന്നാൽ ഈ വോളിയം അല്ല നമ്മൾ വിഷയമാക്കേണ്ടത്. ഏത് സ്റ്റോക്കിലും അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇതും കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ വോളിയം നമ്മൾ കണ്ടെത്താനെന്ന് പറഞ്ഞാൽ അന്നത്തെ വോളിയം മാത്രം നോക്കിയാൽ പോരാ. ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ സ്റ്റോക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത്തരം മാറ്റങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു മാസമായിട്ട്, ഒരാഴ്ച ചുരുങ്ങിയ കാലാവധിയാണ് നമുക്ക് ഈ സ്വിംഗ് ട്രേഡിങ്ങിന് നല്ലത്. അപ്പോൾ ഒരാഴ്ചയായിട്ട് സ്റ്റോക്ക് എത്ര വളരുന്നുണ്ട്, കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് എത്ര വളരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അതൊരു കാരണം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നല്ലൊരു ന്യൂസോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ടമെൻ്റലി അത് വളർച്ച ഉണ്ടായിട്ടുണ്ടാവും. അതിങ്ങനെ അതിൻ്റെ സ്വാഭാവിക വളർച്ചയിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുപാട് അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല സ്വിംഗ് ട്രേഡിൽ. അതിന് നമുക്ക് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫണ്ടമെൻ്റലിനേക്കാൾ കൂടുതൽ ഇതിൽ നമ്മൾ ടെക്നിക്കലാണ് ഈ സ്വിംഗ് ട്രേഡിൽ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അത് നല്ല പ്രൈസ് ആക്ഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, കണ്ടെത്തി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൂടെ തീർച്ചയായിട്ടും അതിലൂടെ അപ്രീസിയേഷൻ ഉണ്ടാവും. വില കുറഞ്ഞ സ്റ്റോക്കുകളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവ മിക്കതും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കില്ല. അതിൻ്റെ പ്രധാന കാരണം
അത്തരം കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറഞ്ഞ നിലവാരത്തിലായിരിക്കും എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ കൂടി ഒന്ന് നോക്കേണ്ടത് നല്ലതാണെന്ന് വിദഗ്ധന്മാർ പറയുന്നത്. സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് കണ്ടെത്താൻ നിങ്ങൾക്ക് മണി കൺട്രോളിൻ്റെ സൈറ്റ് അതല്ലെങ്കിൽ സ്ക്രീനറിൻ്റെ സൈറ്റ് മുതലായവ സന്ദർശിച്ചാൽ നമുക്കതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അവിടെ നിങ്ങൾക്കൊരു സ്റ്റോക്കിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരം നിങ്ങൾ എന്തെല്ലാം തന്നെയാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. പ്രധാനമായും നോക്കേണ്ടത് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ തന്നെയാണ്. മാർക്കറ്റ് ക്യാപിറ്റലാണ് ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റലി ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഘടകം എന്നുള്ളത് വളരെ സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. 20,000 കോടിയിൽ കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനികൾ വളരെ നല്ല കമ്പനികളായിരിക്കും. പക്ഷേ ഇത്തരം കമ്പനികൾ വളരെ കുറവായിരിക്കും. ഇല്ലെങ്കിൽ 10,000-നെങ്കിലും മുകളിൽ ഉള്ളതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കാൻ നല്ലത്. ഒരു 10,000 കോടിയെങ്കിലും ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു മിഡ് ക്യാപ്പിലെങ്കിലും അത് വന്നു. അതിലും താഴെ വരുമ്പോൾ ഒരു 1,000 കോടിക്ക് താഴെ, 1000-ന് മേലൊക്കെ നമുക്ക് മേടിക്കാം. 1000 കോടിക്ക് താഴെ ഒക്കെ ഒരു മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണെങ്കിൽ വലിയ വോളാറ്റിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 3 വർഷത്തെ CAGR നോക്കണം. അത് 3 വർഷം കഴിഞ്ഞ് 5 വർഷം ചിലർ നോക്കാറുണ്ട്. ഒരു 3 വർഷം കമ്പനിയുടെ വളർച്ച, 3 വർഷത്തെ CAGR ഒക്കെ നോക്കാൻ നമുക്ക് മെത്തേഡുകളുണ്ട്. അപ്പോൾ അത് പരിശോധിക്കണം. അത് മറ്റൊരു ഘടകമാണ്. അതുപോലെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്, പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്, പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. ഒരു സുസ്ഥിരത ഉള്ള സ്വഭാവം ഉണ്ടാകണമെങ്കിൽ പ്രൊമോട്ടേഴ്സ് അത് സ്വാഭാവികമായിട്ട് ഹോൾഡ് ചെയ്യണം. അതിൻ്റെ അർത്ഥം പ്രൊമോട്ടേഴ്സിന് ഇതിൽ ഭാവിയുണ്ട്, അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ഈ പ്രൊമോട്ടേഴ്സിൽ കൂടുതൽ ഹോൾഡിങ്സ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ പെട്രോസ്കി സ്ക്വയർ ആണ്. പെട്രോസ്കി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണത് ഒരു കമ്പനിയുടെ. അതായത് 9 വരെയാണത്, 0 മുതൽ 9 വരെ ഉള്ള ഒരു ഘടകമാണ്. 9 വരെ എന്നും മിക്കവാറും കമ്പനികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ നല്ല ഫോമിലെത്തിണ്ടാവും. ഒരു 4 മുതൽ 5 വരെ 9 വരെയൊക്കെ ഉള്ളതാണെങ്കിൽ നല്ലതാണ്. അപ്പം നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്രോസ്കി സ്കോർ പറഞ്ഞു. പിന്നെ ROE, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി, PE, അതിന് PE നോക്കണം. അതുപോലെ തന്നെ ബുക്ക് വാല്യൂ നോക്കണം. പിന്നെ ഇങ്ങനെ EPS നോക്കണം, ഏണിംഗ് പെർ ഷെയർ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാണ്ട്. പിന്നെ 3 വർഷത്തെ CAGR എടുത്താൽ തന്നെ നമുക്കതിൻ്റെ വളർച്ച ഏകദേശം കാണിക്കുന്നുണ്ടാവും അതിനകത്ത്. അതുപോലെ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ കമ്പനിയുടെ ഡെറ്റാണ്, കടമുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ കടം കൂടി വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പുറത്തുനിന്നുള്ള ഫണ്ടാണ് ഇവർ ഈ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കടമെടുത്ത ഫണ്ടുകളായിരിക്കും. അപ്പോൾ അതിൽ അവർക്ക് എത്ര കണ്ട് ഈ കടങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇതൊക്കെ വലിയ വിഷയമായിട്ട് വരും. അപ്പോൾ കടം കുറയുന്നത് എപ്പോഴും കമ്പനിക്ക് ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പോയിട്ട് പരിശോധിക്കാൻ ഇത്തിരി പാടായിരിക്കും. ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഇൻവെസ്റ്റേഴ്സിനാണ് സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത്. കാരണം അവർക്ക് സമയം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ട്രേഡേഴ്സിന് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. ഈ നിശ്ചിത ടൈമിനുള്ളിൽ നമ്മളിതൊക്കെ കണ്ടെത്തി ചെയ്തില്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ആ ഒരു പാറ്റേൺ മാറിപ്പോകും. സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ മാറിപ്പോയിട്ട് നമുക്ക് വാങ്ങാവുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിന് ടൈം ഉണ്ടാവില്ല സ്വാഭാവികം. അപ്പോൾ ഉള്ള സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് നേരത്തെ നോക്കി വെക്കാവുന്നതാണ്. പല കമ്പനികളുടെയും പെട്ടെന്ന് മാറില്ല, സമയം എടുത്തിട്ടാണ് കുറേശ്ശെ മാറുക. പക്ഷേ എങ്കിലും നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇത് നോക്കി വെക്കാം. അതുപോലെ തന്നെ കൂടാതെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് ഈ പ്ലഡ്ജിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. പെട്രോസ്കി സ്ക്വയർ പറഞ്ഞു. പെട്രോസ്കി സ്ക്വയർ 4ൻ്റെ മുകളിലുള്ളത് നല്ലതാണ്. 4 to 9 വരെ ആകുകയാണെങ്കിൽ കുറേ കൂടി നല്ലതാണ്. കമ്പനി സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പരിശോധിക്കാനുള്ള ഒരു വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ 1 by 1 ആയിട്ട് നമ്മൾ ഓരോരോ സൈറ്റുകളിൽ പോയിട്ട് പരിശോധിക്കുന്നതിന് പകരത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ screener.com അതുപോലെ തന്നെ moneycontrol.com ഇതിലൊക്കെ പോയാൽ നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് നോക്കണം. പിന്നെ ഈ Nifty 50-ലുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തരം തലവേദനകൾ ഉണ്ടാവില്ല. Nifty 50-ലുള്ള കമ്പനികൾ മിക്കവാറും എല്ലാ കമ്പനികളും നല്ലതാവും. ഇപ്പോൾ അഡാനി സ്റ്റോക്കുകളൊക്കെ നമ്മളൊക്കെ സ്റ്റോക്കിനെ മോശമായിട്ട് അതിനെപ്പറ്റി പറയല്ല. പക്ഷേ എങ്കിലും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. പലപ്പോഴും അത്തരം ന്യൂസുകളിലെ അഡാനി മാത്രമല്ല ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ വിട്ടു നിൽക്കുക. പക്ഷേ Nifty 50-ൽ നിന്ന് സ്വാഭാവികമായിട്ടും ഒരു കമ്പനി കേടുവരികയാണെങ്കിൽ ആ കമ്പനി മാറ്റും. അപ്പോൾ അടുത്ത പിന്നെ അതിന് പകരം Nifty 50-ലേക്ക് ഏത് കമ്പനിയോട് കൊണ്ടുവരിക അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഇതിൽ പ്രതിപാദിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന തരം കമ്പനികൾ മിക്കവാറും കുറവായിരിക്കും. Nifty 50 എന്ന് പറയുമ്പോൾ 50-ലുള്ള കമ്പനികളാണ്, Nifty 50 കമ്പനികളാണ്. പക്ഷേ ഈ കമ്പനികളുടെ
ട്രേഡ് എടുക്കാൻ കുറഞ്ഞ ഒരു കമ്പനികളാണല്ലോ ഉള്ളത്, സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് കൂടിയിട്ടിരിക്കുന്ന അവസ്ഥ ആയിരിക്കും ഉണ്ടാവുന്നുണ്ട്. കൂടിയിരിക്കുന്നതിൽ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറഞ്ഞ സ്റ്റോക്കുകൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്കത് ഒന്നാമത്തതായിട്ട് വേണ്ടി ഒരു ഉടനെ ഒരു ചാടി കയറി മറ്റേതെങ്കിലും കമ്പനികളിലേക്ക് പോവാതെ നമ്മളതിന് അവസരം കാത്തിട്ടിരിക്കണം. ക്ഷമയോടെ അവസരം കാത്തിരിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം. അഥവാ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നല്ല വൊളാറ്റിലിറ്റിയുള്ള ചെറുകിട കമ്പനിയുടെ സ്റ്റോക്കുകൾ വാങ്ങിച്ചാൽ അത് ചിലപ്പോൾ നന്നായി താഴോട്ട് പോകും, നഷ്ടം വരുത്തും. തുടർന്ന് ചിലപ്പോൾ വാങ്ങിയ വിലയിലെത്താൻ പോലും ദീർഘകാലം എടുക്കും. ചിലപ്പോൾ ആ ലെവലിലേക്ക് എത്തിയെന്നും വരില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്താ വെച്ചാൽ ചെറുകിട കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് താഴോട്ട് പോകും. എന്തെങ്കിലും ന്യൂസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ താഴോട്ട് പിന്നീട് കയറി വരാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ പിന്നീട് നമ്മൾ വാങ്ങിച്ച വിലയിൽ കയറി വരില്ല. അതുകൊണ്ടാണ് അത്തരം സ്റ്റോക്കുകൾ മാറ്റി നിർത്തുന്നതല്ല എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ ഉപദേശിക്കാറുണ്ട്, നിങ്ങൾ പെന്നി സ്റ്റോക്ക് മേടിക്കാം. ഈ ചെറിയ ചെറിയ പെന്നി സ്റ്റോക്കുകൾ പലപ്പോഴും മൾട്ടി ബാഗർ ആയിട്ടുണ്ട്. അതൊക്കെ ഈ ദീർഘകാല നിക്ഷേപകർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ ട്രേഡിങ്ങിൽ നടക്കില്ല. ട്രേഡിങ്ങിൽ നിങ്ങൾ കാശ് ചുരുങ്ങിയ കാശും വെച്ച് ട്രേഡ് ചെയ്യാൻ പോയിട്ട് ഈ കാശ് അവിടെ മുടങ്ങി കിടക്കും, പിന്നെ നഷ്ടം വരും. അപ്പോൾ അത് അത്തരം സ്റ്റോക്കുകൾ ഒഴിവാക്കിയിട്ട് വില കൂടിയ സ്റ്റോക്കുകളാണെങ്കിലും, ഇപ്പോൾ ABBയുടെ ഒക്കെ സ്റ്റോക്കാണെങ്കിൽ ഇപ്പോൾ 7,000 രൂപ 8,000 രൂപയൊക്കെ വരും. അതുപോലെ പേഴ്സിസ്റ്റൻ്റ് ഇത്ര ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ചെറിയ നമ്മൾ 100 രൂപയുടെ സ്റ്റോക്കാണ് 50 രൂപയുടെ സ്റ്റോക്ക് മേടിക്കുന്നതിനേക്കാളും അത് 50 100 നല്ലതാണെങ്കിൽ നല്ല ബാങ്കിൻ്റെ ചില ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ 100 രൂപയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നല്ലതാണെങ്കിൽ, പക്ഷേ അത് ട്രേഡിങ്ങിന് അത്ര പറ്റില്ല. അപ്പോൾ നല്ലതാണെങ്കിൽ വാങ്ങിക്കാം, അതുകൊണ്ടല്ല. പക്ഷേ കുറഞ്ഞത് വാങ്ങിച്ചാലും ഈ കൂടിയ സ്റ്റോക്ക് വാങ്ങിച്ചാലും ഇതിൻ്റെ വ്യതിയാനം ഏറെക്കുറെ വലിയ വ്യത്യാസമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 4% വളർന്നു, ഒരു 6% ഒരു കമ്പനി വളരുമ്പോൾ നമുക്ക് ഏകദേശം ഈ സ്വിംഗ് ട്രേഡിൽ വിൽക്കാം 6%. അപ്പോൾ ഈ ചെറിയ കമ്പനി വളരുന്നതിൻ്റെ തോതും ഈ വലിയ കമ്പനികൾ വളരുന്നതിൻ്റെ തോതും ഏറെക്കുറെ ഈക്വലാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ എമൗണ്ട് എത്രയാണെന്നുള്ളത് വെച്ചാൽ അപ്പോൾ 2 ലക്ഷത്തിന് വാങ്ങിച്ചു. അപ്പോൾ ചെറിയ കമ്പനികൾ വാങ്ങിച്ചാലും 2 ലക്ഷത്തിൻ്റെ ക്വാണ്ടിറ്റി ഇത് പ്രൈസിനുള്ളത് നമ്മൾ വാങ്ങിച്ചു. വലുത് വാങ്ങിച്ചാലും 2 ലക്ഷത്തിന് വാങ്ങിച്ചു. ഈ 2 ലക്ഷത്തിന് വാങ്ങിക്കുന്നത്, അപ്പോൾ അത് അവിടെ നമ്മൾ മൊത്തം ടോട്ടൽ നമ്മുടെ എമൗണ്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ലാഭമാണ് വരുന്നത്. അപ്പോൾ ഈ 4%, 5% അല്ലെങ്കിൽ 6% കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ ചെറുതിൽ കിട്ടുമ്പോഴും അതിൽ വലുതിൽ കിട്ടുമ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ ചെറുതിലാകുമ്പോൾ ഇത്തിരി ഫ്ലക്ച്വേഷൻ കൂടുന്നുള്ളൂ. എന്തായാലും പ്രശ്നമില്ല. ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കമ്പനിയേക്കാളും നല്ല കമ്പനി നോക്കിയാൽ അതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കിയിട്ട് മേടിച്ചാൽ വലുതിൽ ഇൻവെസ്റ്റ് ചെയ്യണമാണ് കുറേ കൂടി നല്ലതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചെറുതിലാകുമ്പോൾ താഴോട്ട് വരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പിന്നെ വലിയ സ്റ്റോക്കുകൾ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വലിയ സ്റ്റോക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റോപ്പ് ലോസ് അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ കുറിച്ച് നമുക്ക് പറയാം. സ്റ്റോക്ക് എപ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം. പക്ഷേ ചില സ്റ്റോക്ക് ലോസ് കൊടുക്കേണ്ടാത്ത സ്റ്റോക്കുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ABBയുടെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സിസ്റ്റൻസ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ടൈറ്റാൻ കമ്പനി, ജുൻജുൻവാലയുടെ ഒരു മൾട്ടി ബാഗർ കമ്പനിയാണ്. ജുൻജുൻവാലിനെ വളർത്താൻ സഹായിച്ചിട്ടുള്ളൊരു കമ്പനിയാണ് രാകേഷ് ജുൻജുൻവാലയെ വളർത്താൻ സഹായിച്ചിട്ടുള്ളൊരു കമ്പനിയാണ് ടൈറ്റാൻ കമ്പനി. അങ്ങനെ പല ബുള്ളികൾക്കും അവരുടേതായ ഒരു മൾട്ടി ബാഗർ കമ്പനിയെങ്കിലും അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികൾ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ച് ആവറേജ് ചെയ്യാവുന്ന കമ്പനിയാണ് ഈ ടൈറ്റാൻ കമ്പനി, SRF, ഇങ്ങനെ കുറേ നല്ല കമ്പനികളുണ്ട്. ഇതൊക്കെ നമുക്ക് പോലെ ഈ മഹീന്ദ്ര ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാലും നമ്മുടെ സ്വിംഗ് ട്രേഡിന് വേണ്ടി വാങ്ങിച്ചു വെച്ചാലും നഷ്ടം വരാൻ താഴോട്ട് പോകണമെങ്കിൽ വിറ്റില്ലെങ്കിൽ നമുക്ക് അവിടെ സംഭവിക്കില്ല. ഇതൊക്കെ എത്രയോ കാലമായിട്ട് സസ്റ്റൈനബിലിറ്റിയുള്ള കമ്പനികളാണ്. അത് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കയറി വരും. അപ്പോൾ നമുക്കത് ആവറേജ് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക, ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന രീതിയിൽ താഴോട്ട് വരുമ്പോൾ വാങ്ങിക്കുക. അത് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ ഇങ്ങനെയുള്ള മെത്തേഡുകൾ മനസ്സിലാക്കിയിട്ട്, അതുപോലെ അസെൻഡിങ് ചാനൽ, ഡിസെൻഡിങ് ചാനൽ, അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്, കുറേ പ്രൈസേഷൻ സ്ട്രാറ്റജികളുണ്ട്. ഇതിൽ ഏത് ലെവലിലേക്കാണ് അത് താഴോട്ട് പോകുന്നത് ആ ലെവലിൽ നിന്ന് കയറി വരും, ട്രെൻഡ് റിവേഴ്സിലുണ്ടാവും. അപ്പോൾ നമുക്ക് വാങ്ങിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാം. അങ്ങനെ പിരമിഡിങ് മെത്തേഡിലൂടെ ചെയ്യാം. അപ്പോൾ അത് വിറ്റൊഴിവാക്കേണ്ട കാര്യമില്ല. നല്ല കമ്പനികൾ മേടിച്ചാൽ അതാണ് അതിൻ്റെ ഗുണമുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ കിടക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വാങ്ങിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം Nifty 50 നമുക്ക് ആവറേജ് ചെയ്യാം. അതുപോലെ നല്ല സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ലാഭം വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം. പിന്നെ അടുത്ത ഒരു സെഗ്മെൻറ്റ്, അടുത്ത നമുക്ക് ഈ Nifty 50 കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചല്ലോ. Nifty 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്റ്റോക്കുകൾ കുറവാണെങ്കിൽ നമുക്ക് അടുത്ത ഒന്നിലേക്ക് പോവാം. അതിനാണ് നെക്സ്റ്റ് Nifty 50 എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് Nifty 50, അതായത് ഈ നെക്സ്റ്റ് Nifty 50 സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല സ്റ്റോക്കുകളായിരിക്കും. ഈ സ്റ്റോക്കുകളിൽ നിന്നാണ് പിന്നീട് Nifty 50 വരുന്നത്.
അപ്പോൾ അതിലുള്ള ചില കമ്പനികളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ABB ഇന്ത്യ എന്ന് പറഞ്ഞല്ലോ. ABB ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഈ ഇലക്ട്രിഫിക്കേഷനൊക്കെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. ഇതിനുള്ള സപ്പോർട്ടിങ് ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ കമ്പനികളിലും വീടുകളിലൊക്കെ നോക്കി അതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ്റെ പ്രധാന സിസ്റ്റമൊക്കെ മറ്റു രാജ്യങ്ങളിലാണ്. ഇപ്പോൾ UAE പലയിടത്ത് കണ്ടിട്ടുണ്ട്. ഒക്കെ ABB ആണ്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ABB ആണ് അതിൻ്റെ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് അവർക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് ലൊക്കേഷൻസിൽ അവരുടെ സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് ബിസിനസ് ചെയ്ത് പോകുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ഭാഗമാണ് അത്. നല്ല കമ്പനിയാണ്, നന്നായിട്ട് ട്രേഡ് ചെയ്യാനും പറ്റും ഈ കമ്പനി, ഈ ABB എന്ന് പറയുന്നത്. പക്ഷേ ഇത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് റേറ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കാതിരിക്കണം നല്ലത്. അത് നെക്സ്റ്റ് നിഫ്റ്റി 50 പെട്ടാണ്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്നതാണ് ടൈറ്റാൻ കമ്പനി. ടൈറ്റാൻ കമ്പനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതൊരു മൾട്ടിബാഗർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ പേഴ്സിസ്റ്റൻ്റ് സിസ്റ്റം, ഇതിലൊക്കെ മൾട്ടിബാഗേഴ്സ് കമ്പനി. SRF എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. SRF നല്ല കമ്പനിയാണ്. അത് അവരും മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതിൻ്റെ ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല പ്രോഡക്റ്റുകളുണ്ട്, റിസർച്ചുകളുണ്ട്. പെർസിസ്റ്റൻ്റ് ആണെങ്കിൽ ക്ലൗഡും AI ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള കമ്പനികളാണ് നെക്സ്റ്റ് നിഫ്റ്റി 50 കാരണം എന്താ വെച്ചാൽ നിഫ്റ്റി 50 സ്വാഭാവികമായിട്ടും വലിയ സ്റ്റോക്കുകളാണ്. അതൊക്കെ ഓൾറെഡി വളർന്നു കഴിഞ്ഞു. അതിന് ഇനി വലിയ വളർച്ചയൊന്നും സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. എവിടെയെങ്കിലും വലിയ ഡിപ്പ് വരുമ്പോൾ അല്ലെ യുദ്ധത്തിൻ്റെ വാർത്തകളിലൊക്കെ വരുമ്പോൾ ചെറിയ തോതിൽ ഇടിഞ്ഞാലും അത് പിന്നീട് അങ്ങനെ കയറി വരും. ആ ഒരു ലാഭം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മറിച്ച് നെക്സ്റ്റ് നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ ഈ കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ അത് വളരാനുള്ള സാധ്യതയുണ്ട്. അത് കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ വലിയ ബുള്ളുകളൊക്കെ ജിൻജുൻവാല അല്ലെങ്കിൽ ദമാനിയ ഇവനെ പോലുള്ള ഇന്ത്യയിലെ വലിയ ബുള്ളുകളൊക്കെ തന്നെ വളർന്നിട്ടുള്ള അത്തരം കമ്പനികളുടെ വളർച്ചയ്ക്കൊപ്പാണ്. പിന്നെ നമ്മൾ ഈ കമ്പനികളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ABB ഇന്ത്യ, ടൈറ്റാൻ, SRF പിന്നെ തുടങ്ങി ഇതുപോലെ തന്നെ നല്ല കമ്പനികൾ കുറേ കമ്പനികൾ വരില്ല. പിന്നെ ഒബറോയ് റിയാലിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് നിഫ്റ്റിയിൽ വന്നിട്ടില്ല. അതടുത്ത് വരും തോന്നുന്നുണ്ട്. പക്ഷെ അതൊരു നെക്സ്റ്റ് ബിഗ് ബുൾ കമ്പനിയാണ്. അത് നെക്സ്റ്റ് ബിഗ് ബുൾ കമ്പനിയിൽ പെട്ട ഒരു സാധനമാണ്. അത് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുകയാണ്. അതിപ്പോൾ നെക്സ്റ്റ് മൾട്ടിബാഗർ കമ്പനിയാണത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് സ്ക്രീനുകളിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഈ സ്റ്റോക്ക് കുറേ കാലത്ത് ഞാൻ സ്റ്റഡി ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് നല്ല ലാഭം തന്നിട്ടുള്ള കമ്പനിയാണ്. അത് അതിൻ്റെ ഈ പ്രൈസ് ആക്ഷൻ നോക്കി നമ്മൾ കമ്പനി വളർന്നു വരുമ്പോൾ വാങ്ങിക്കുകയും ലാഭത്തിലെത്തിയാൽ വിൽക്കുകയും ചെയ്യണം. നമ്മൾ അധികം ലാഭത്തിലെത്തിയ ഒരു നിശ്ചിത ലാഭത്തിലെത്തിയാൽ വിൽക്കണം. വീണ്ടും വളർന്നു വെച്ച് കാത്തു നിൽക്കുന്നത്. അപ്പോൾ അവർ വീണ്ടും അത് താഴോട്ട് ഇറങ്ങും. പിന്നെ ഒരു ഓസിലേഷൻ ചെയ്ത ശേഷം ബ്രീത്ത് എടുത്ത ശേഷം വീണ്ടും അത് കയറി പോകും. അങ്ങനെയാണ് ഈ ട്രേഡിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒറ്റ ലെവലിൽ ഇങ്ങനെ പോകില്ലല്ലോ. അപ്പോൾ അതേ മാർക്കറ്റിൻ്റെ വളർച്ച നമ്മൾ മുതലെടുക്കുക എന്നുള്ളതാണ്. ഈ വളർച്ചയ്ക്കൊപ്പം നമ്മൾ പോയിട്ട് അത് ഒരു നിശ്ചിത ലെവലിൽ പോയിട്ട് എൻട്രി എടുക്കുക, ഒരു നിശ്ചിത ലെവലിൽ നിന്ന് എക്സിറ്റ് ആവുക. പിന്നെ സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം കമ്പനി എല്ലാത്തിലൊന്നും സ്റ്റോപ്പ് ലോസ് നിർബന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത കാര്യങ്ങൾ നമ്മൾ പെർസിസ്റ്റൻറ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇത്തരം കമ്പനികളൊക്കെ നമുക്ക് വാങ്ങി അതിനനുസരിച്ച് ലാഭം കിട്ടുമ്പോൾ വിൽക്കുകയും ചെയ്യും. ഒരുപാട് വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടാതെ ICICI ലൊമ്പാർഡ് ഈ നെക്സ്റ്റ് നിഫ്റ്റിയിൽപ്പെട്ട ചില കമ്പനികൾ കൂടി നമുക്ക് നോക്കാം. അതിൽ ഒരു കമ്പനിയാണ് ഈ ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻഷുറൻസ് ടൈപ്പോടുകൂടി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. അതൊരു എല്ലാവിധ ഇൻഷുറൻസും ഉണ്ട്. അത് ICICI ലൊമ്പാർഡ് ഇൻഷുറൻസ്. പിന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ ബജാജ് ഫിനാൻസ്, ചോളമണ്ഡലം ഫിനാൻസ്, ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയ കമ്പനിയാണ്. ഫിനാൻസ് കമ്പനികളിൽ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിയാൽ നല്ല വളർച്ച ഉണ്ടാവും. താല്പര്യമില്ലാത്തവർക്ക് ഫിനാൻസ് കമ്പനികളിൽ നിന്ന് വിട്ടേക്കാം. ചിലപ്പോൾ അതിൻ്റെ ഈ ചില ആളുകൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികൾ മാറ്റാം. അപ്പോൾ അതിന് പകരം വേറെ കമ്പനികൾ ചൂസ് ചെയ്യാം. പക്ഷെ ഇത് നല്ല കമ്പനികളാണ്, നന്നായി ട്രേഡ് ചെയ്യാൻ പറ്റിയ കമ്പനിയാണ്. ബജാജ് ഫിനാൻസ്, ചോളമണ്ഡലം ഫിനാൻസ്, ഇങ്ങനെയുള്ളതൊക്കെ അതിൽപ്പെട്ട കമ്പനികളാണ്. ഇതൊക്കെ വാച്ച് ലിസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തി വെക്കുക. വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ വാല്യൂ കുറയുന്നുണ്ടോ, മാർക്കറ്റിൻ്റെ പ്രൈസ്, വാല്യൂ എന്ന് പറയുമ്പോൾ അതിലും പ്രൈസ് രണ്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് കുറയുന്നുണ്ടോയെന്ന് നോക്കുക. ഈ പ്രൈസ് കുറയുമ്പോൾ, വില കുറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇത് നോക്കിയിട്ട് വാങ്ങിക്കുക. ബൈ ഓൺ ഡിപ്പ് വാങ്ങിക്കുക. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇതിൽ പ്രൈസ് ആക്ഷൻ്റെ ഒരു റിവേഴ്സിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇത്തരം കമ്പനികൾ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ, നിങ്ങൾക്കറിയാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഞാനത് ചാർട്ടിലൂടെ കാണിക്കും ചെയ്യാം, അത് വരച്ചിട്ട് ചെയ്യുന്ന ഒരു രീതി. പിന്നെ അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു കമ്പനിയുടെ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കാം. അറിയുന്ന കുറേ പേരുണ്ടാവും, പക്ഷെ അറിയാത്തവർ ധാരാളം ഉണ്ടാവും. അറിയാത്തവർക്ക് ഇത് വളരെ ഗുണം ചെയ്യും, പഠിക്കണം.
അറിയുന്നവർക്ക് വീണ്ടും റെഫ്രഷ് ചെയ്യാം. കൂടാതെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജികളായ അസെൻഡിങ് ട്രയാങ്കിൾ, ഡിസെൻഡിങ് ട്രയാങ്കിൾ, അസെൻഡിങ് ചാനൽ, ഡിസെൻഡിങ് ചാനൽ, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം പാറ്റേൺ തുടങ്ങി ഇത്തരത്തിലുള്ള സാധ്യതകൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വാങ്ങിക്കണം. അതാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സ്റ്റോക്ക് നമ്മൾ പറയാറുള്ള പോലെ ഒരു ചുരുങ്ങിയത് 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ ഒരു മാസം വരെയൊക്കെ നമുക്ക് വാങ്ങി സൂക്ഷിക്കുന്ന, എന്നിട്ട് വിൽക്കുന്ന ഒരു നിശ്ചിത ലാഭം കിട്ടുമ്പോൾ വലിയ ലാഭത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തത് 10%, 20% ഒന്നും വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്രയൊന്നും ഇതിൽ പറ്റില്ല. അത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമേ പറ്റുള്ളൂ. ഈ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല. സിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു 6-8% ഒക്കെ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. 6% സാധാരണഗതിയിലുള്ള സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് നമുക്കതിൽ നോക്കാതെ ഒരു നിശ്ചിത ലെവലിലെത്തുമ്പോൾ ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുമ്പോൾ ലാഭം എടുത്ത് ഒഴിയണം. ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുമ്പോൾ നമ്മളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നീട് വെയിറ്റ് ചെയ്യരുത്. അതല്ലെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ ഉപയോഗപ്പെടുത്തണം. അതായത് പൊതുവെ 1:2 ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് 5 രൂപ നഷ്ടമാണെങ്കിൽ 10 രൂപ ലാഭം. അപ്പോൾ പക്ഷേ അതൊന്നും എല്ലായ്പ്പോഴും നടപ്പിലായിക്കൊള്ളുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, സ്വിംഗ് ട്രേഡിങ്ങിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഒരു 6%, എന്നാലും വലിയ കുഴപ്പമില്ല. ചിലർ 4%, 4%-ത്തിനൊക്കെ വിൽക്കുന്നവർ. 4% ആകുമ്പോൾ ബ്രോക്കറേജും പിന്നെ ടാക്സൊക്കെ ആകുമ്പോൾ വലിയ ലാഭം ഉണ്ടാവില്ല. ഒരു 4.5 ആകുമ്പോൾ ഏകദേശം ഒരു 0.5% പോയാലും ബാക്കി 4% നമുക്ക് ലാഭം ഉണ്ടാവും. നമുക്ക് സ്റ്റോക്ക് വല്ലാതെ മുകളിലേക്ക് പോകുന്നില്ല, വലിയ സാധ്യത ഇനി ഇല്ല, ഇറങ്ങാൻ സാധ്യത നമുക്ക് 4.5% ഒക്കെ കിട്ടിയാലും വിൽക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് സ്വാഭാവികമായിട്ടും ഒരു 4% കൊടുക്കണം. എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് ചിലപ്പോൾ നമുക്കിപ്പോൾ ഈ സിറോദയ്ക്കാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ GTT ഉണ്ട്. അപ്പോൾ അത് GTT ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ദിവസത്തേക്ക് സാധാരണ നമ്മൾ ബ്രോക്കേഴ്സിൻ്റെ സൈറ്റിൽ ഒരു ദിവസത്തേക്കാണ് ഒരു ട്രേഡ് ഉണ്ടാവുക. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ആ അന്നത്തെ മാർക്കറ്റ് ദിവസത്തിൻ്റെ ആ സമയം കഴിയുമ്പോൾ അതങ്ങ് പോകും. മറിച്ച് സെറോദയിലുള്ള ഈ അഡ്വാൻറ്റേജ്, GTT അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ വേറെ ഏതെങ്കിലും ബ്രോക്കേഴ്സ് ഇതുപോലെ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. സെറോദയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെറോദയിലുള്ള വേറെ ബ്രോക്കേഴ്സുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ സെറോദയിലുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത GTT എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ട്രേഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അതേ ദിവസം മാത്രമല്ല, അടുത്ത ദിവസം മാത്രമല്ല, ആഴ്ചയല്ല, ചിലപ്പോൾ മാസങ്ങളോളം എത്ര കണ്ടിട്ട് വേണമെന്ന് വെച്ചാൽ അതവിടെ കിടന്നോളും. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ലെവലിലെത്തുമ്പോൾ അത് ലാഭത്തിലെത്തുമ്പോൾ ലാഭം അടിച്ചു നമ്മൾ കാത്തിരുന്ന് നോക്കി കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഇരുന്നിട്ട് സമയം കളയേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക് ചെയ്തു പോയിക്കോളും. അതെല്ലാം അവർ ഈ ആൽഗോ ട്രേഡിംഗ് മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ചെയ്തു പോയിക്കോളും. സ്റ്റോപ്പിലാണെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നഷ്ടം വരുമ്പോൾ എന്തെങ്കിലും വാർത്ത വരുമ്പോൾ നമുക്ക് വാർത്ത നോക്കിയിരിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങ് അടിച്ചു പോയിക്കോളും. അപ്പോൾ അതാണ് അതിൻ്റെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. എത്ര കമ്പനിയിലും നമ്മൾ പറഞ്ഞില്ല, നല്ല കമ്പനികളാണ് നമുക്ക് ഫണ്ടമെൻ്റലി ഇതില്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്നുള്ളത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാൽ നല്ലതാണ്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന സ്റ്റോപ്പ് ലോസുകൾ നമുക്ക് ഇത് ചെയ്യാം. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ സ്റ്റോക്ക് ഇറങ്ങി വരികയാണെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങി വരും, നമുക്ക് വാങ്ങിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നല്ല ഇത് വാച്ച് ചെയ്യുന്ന ശരിക്കും നിരീക്ഷിക്കുന്ന ട്രേഡേഴ്സിനുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യാം. കാരണം ഈ വാങ്ങാൻ സാധ്യത കിട്ടുമ്പോൾ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് താഴോട്ട് വരും. നല്ല സ്റ്റോക്കാണ് താഴോട്ട് വരുന്നതെന്ന് വെച്ചാൽ ആ സാധ്യത നമ്മളൊരു സാധ്യതയായിട്ട് എടുക്കണം, വാങ്ങാനുള്ള ഒരു അവസരമായിട്ട് എടുക്കണം വേണ്ടത്. കാരണം അത് കയറി വരും. അത്ര അവസരങ്ങളിലാണ് ലാഭം വന്നു ചേരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ബൈ ഓൺ ഡിപ്പിൽ അത് വാങ്ങിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ആക്ഷൻ്റെ ഒരു ഏതെങ്കിലും സ്ട്രാറ്റജി വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയുടെ ട്രെൻഡ് റിവേഴ്സലിൽ നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് പിരമിഡ് മെത്തേഡ് ചെയ്യാം, അക്യുമുലേറ്റ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് അത്തരം നല്ല കമ്പനികളാണെങ്കിൽ നമ്മൾ അക്യുമുലേറ്റ് ചെയ്താലും അതിൻ്റെ അവസരത്തിൽ അത് എന്തായാലും കയറി വരും എന്നുള്ള ഉറപ്പാണ്. പിന്നെ നമുക്ക് തുടർന്ന് ചില ചാർട്ടുകൾ പരിശോധിക്കാം. ചാർട്ടുകളിലൂടെ നമുക്ക് ഇത്തരം നേരിൽ പറഞ്ഞ കമ്പനികളൊക്കെ ചാർട്ടുകൾ പരിശോധിക്കാം. ചാർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ഇതിൻ്റെ ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് തുടർന്ന് ചാർട്ടും കൂടി പരിശോധിക്കാം.
ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നോക്കുളം സൈന്യത്തിലാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കുറച്ച് ടെക്നിക്കൽ അനാലിസിസ്, അതായത് ഒരു ടെക്നിക്കലാണ് നമുക്ക് സ്വിങ്ങിന് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഈ ഫണ്ടമെൻ്റൽ അത്ര അത്യാവശ്യമില്ല. അതിന് നമുക്ക് നിഫ്റ്റി 50, നെക്സ്റ്റ് നിഫ്റ്റി ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ എടുക്കാം. അതല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോക്കുകൾ എടുക്കാം. ഇതൊക്കെ എടുത്താൽ മതിയാവും. നിഫ്റ്റി 50, നെക്സ്റ്റ് നിഫ്റ്റിയാണ് കൂടുതൽ നല്ലത്. കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ABB ഇന്ത്യ, അതുപോലെ തന്നെ SRF, ടൈറ്റാൻ കമ്പനി എന്ന് പറയുമ്പോൾ ടാറ്റയുടെ ഗോൾഡ് ജ്വല്ലറി ഒക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണത്. വാച്ച് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്തരം കുറച്ച് കമ്പനികളാണ് പെർസിസ്റ്റൻസ് സിസ്റ്റം ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിൽ നെക്സ്റ്റ് നിഫ്റ്റിയിൽ വന്നൊരു കമ്പനിയുടെ ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ SRF എന്ന് പറയുന്ന കമ്പനിയാണ്. SRFിൻ്റെ കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ഇന്ത്യയിലും വിദേശങ്ങളിലൊക്കെ ആയിട്ട് കുറേ ബിസിനസ്സുകളുള്ള ഒരു കമ്പനിയാണത്. അതൊരു കുറേ സവിശേഷതകളുള്ള കമ്പനിയാണത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പിന്നെ വീണ്ടും മണി കൺട്രോളിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ അതിലെന്തായാലും നമുക്കതിനകത്ത് കുറച്ച് സാധ്യതകൾ ഉണ്ടാകും. നോക്കാം നമുക്ക്. ഇതിൽ മണി കൺട്രോളിൻ്റെ സൈറ്റ് തുറക്കണമെന്ന് വെച്ചെങ്കിൽ SRF SRFിൻ്റെ മണി കൺട്രോളിൽ നമ്മൾ പോകുമ്പോൾ ഇത് കിട്ടുന്ന ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2564. ഇത് ഡൈവേഴ്സിഫൈഡ് സെക്ടർ എന്നാണ് കാണുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിൻ്റെ റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. പിന്നെ MACD എബവ് സിഗ്നൽ ലെവലിലേക്ക് പോയിട്ടുണ്ട്. ചെറിയ ത്രെറ്റുണ്ട്, അതായത് പ്രൊമോട്ടേഴ്സ് ചെറുതായിട്ട് ഡിക്രീസ് ചെയ്യുന്നത് വളരെ മൈന്യൂട്ടാണ് ഞാൻ നോക്കിയിരുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ തന്നെ കൂടുതലും ട്രേഡ് ആയതുകൊണ്ട് അധികം നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 ആണ്. അത് നല്ലതാണ്. അത് ഫേസ് വാല്യൂ ഇതുവരെ കുറച്ചില്ല, പലതും ഒന്നൊക്കെ ആയിരിക്കും. 76,021 കോടി മാർക്കറ്റ് ക്യാപിറ്റലുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇവരുടെ ബിസിനസ്സിനെ പറ്റി പറയണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇവരുടെ ഒരു ബിസിനസ് നമുക്കതൊന്നുകൂടി നോക്കാം. അത് SRF അതിൻ്റെ ഒരു മൾട്ടി നാഷണൽ കമ്പനിയാണത്. അത് എൻഗേജിങ് വിത്ത് മാനുഫാക്ചറേഴ്സ്, കെമിക്കൽസ് ബേസ്ഡ് ഇൻഡസ്ട്രിയൽ ഇൻ്റർമീഡിയറ്റ്സൊക്കെയാണ്. നല്ല ഒരു ബിസിനസ്സും കൂടി ഉള്ള ഒരു കമ്പനിയാണ്. ഒന്നുകൂടി അത് പരിശോധിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ സ്ക്രീനിൽ നിന്ന് നമുക്ക് സ്ക്രീനറിൽ പോയി നോക്കണമെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഫണ്ടമെൻ്റൽസ് എല്ലാം നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. ഇതാണ് സ്ക്രീനറിൽ SRFിൻ്റെ സൈറ്റ്. അതിൻ്റെ PE 61 61.9 നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും. PE ആണ് കാണുന്നത് 61.9. അതേസമയത്ത് അതിൻ്റെ മാർക്കറ്റ് ഇൻഡസ്ട്രി PE 39 ഉള്ളൂ. കുറച്ച് PE ഇത്തിരി കൂടി നിൽക്കുന്നുണ്ട്. അത് പ്രൈസ് ടു ഏണിംഗ് എന്നാണ് അതിന് പറയുന്നത്. അതൊരു ഇക്വിറ്റിയുടെ മുകളിൽ ഉണ്ടാവുന്ന പ്രൈസ് ഏണിങ്ങിൽ ഉണ്ടാവുന്ന കാണിക്കാനാണ്. പിന്നെ ബുക്ക് വാല്യൂ തെറ്റില്ലാത്ത ബുക്ക് വാല്യൂ ഉണ്ട്. 387 നല്ല ബുക്ക് വാല്യൂ ആണ്. സ്ക്വയർ ഇത്തിരി കുറവാണ്, പക്ഷേ 4 ഉണ്ട്, കുഴപ്പമില്ല. ഇനി ഇതിൽ കൂടുതൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ 3 ഇയേഴ്സിൻ്റെ സെയിൽസ് ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. 16.1 സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ലതാണ്. ഇത് ഒരു 1 വീക്ക് ആവറേജ് വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വോളിയം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇതിൽ പോയിട്ട് നമ്മൾ ഈ വോളിയം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ സ്ക്രീനറിൻ്റെ സൈറ്റിൽ. അപ്പോൾ നമുക്ക് 1 വീക്ക് ആണെങ്കിൽ 1 വീക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ 1 വീക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നല്ല വോളിയം ഉണ്ട്. 10, 100, 1000, 10,00,000, 7,96,440 അതിൻ്റെ വോളിയം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് അത്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ വീണ്ടും അതിൻ്റെ ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു കൺസോളിഡേഷൻ മോഡ്. ഇത് കൺസോളിഡേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ദീർഘകാലത്തേക്കുള്ള കൺസോളിഡേഷൻ മോഡാണത്. പക്ഷെ അത് സാധാരണ കൺസോളിഡേഷനിൽ പെടുത്താൻ പറ്റില്ല. ഇത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണാണ് നമ്മൾ കാണിക്കുന്നത്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിങ്ങിനും ഇൻവെസ്റ്റിങ്ങിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ചും സ്വിംഗ് ട്രേഡിങ്, അതുപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ കാണുന്ന ഇവിടുത്തെ ഒരു പോയിന്റ് നിങ്ങൾക്കിത് കാണുന്നുണ്ടാവും. ഇപ്പം അതായത് ഒരു 2021 സെപ്റ്റംബറിലാണ് ഇവിടെ കാണുന്നത്. അത് മാർക്ക് ചെയ്ത് കാണിക്കാം. 2021 സെപ്റ്റംബറിൽ നമ്മൾ ഒരു ബ്രഷ് ചെയ്ത് മാർക്കാണ്
ഇതാ ഈ 2021 സെപ്റ്റംബറിൽ ഇതിൻ്റെ അവർ ഇത് ഉയർത്തി കൊണ്ടുപോയിട്ടുള്ള ക്യാൻഡിലാണ് കാണുന്നത്. 2021 സെപ്റ്റംബർ 9 ഉണ്ടായിട്ടുള്ളൊരു ക്യാൻഡിലാണ് കാണിക്കുന്നത്. ആ ക്യാൻഡിലാണിത് ബേസ് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഇതിപ്പോൾ പുതിയൊരു സപ്ലൈ എടുത്തതാണിത്, ഒരു പുതിയ സപ്ലൈ സോൺ എടുത്താണത്. പുതിയ സപ്ലൈ സോൺ എടുത്തിട്ട് പുതിയ ഡിമാൻഡ് സോൺ എടുത്തത് ഒരു ഡിമാൻഡ് സോണാണ്. അതിൽ നിന്ന് പുതിയ ഹൈറ്റ്, അതുവരെ ഇതിങ്ങനെ ഹൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഹൈ ആയിട്ട് വന്നിട്ട് ഇവിടെ എത്തിയിട്ടൊരു ബ്രേക്ക് എടുത്തു, ഒരു ഓസിലേഷൻ ചെയ്തു. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ കയറിപ്പോയി എന്നിട്ട് അടുത്ത ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് വന്നു. ഈ ഒരു ലെവൽ കണ്ടോ, ഇത് ഇവിടെ നിന്ന് കാണുന്നുണ്ടാവും. ഈ ഒരു ലെവലിൽ താഴെ വന്നു, വീണ്ടും ഇത് സപ്ലൈ സോണിലേക്ക്, ഈ ഡിമാൻഡ് സോണിലേക്ക് വന്നു, വീണ്ടും സപ്ലൈ സോണിലേക്ക് കയറിപ്പോയി. അതായത് 2021 ഡിസംബറിൽ വീണ്ടും കയറിപ്പോയി. എന്നിട്ട് അത് വീണ്ടും ഉയർന്നു, പിന്നെ വീണ്ടും താഴ്ന്നു. കണ്ടോ, ഈ ഒരു ലെവല് റെസ്പെക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ലെവല്, ഈ ഡിമാൻഡ് സോണാണിത് നമ്മൾ പറഞ്ഞ ഡിമാൻഡ് സോൺ. ഈ ഒരു ലെവല് ആദ്യം ഉണ്ടാക്കിയ ഈ ക്യാൻഡിലാണ് കാണിക്കുന്നത്. 2021 സെപ്റ്റംബർ സെപ്റ്റംബർ 9 ഉണ്ടാക്കിയ ക്യാൻഡിലാണ്. അത് വീണ്ടും വന്നിട്ട് ഇവിടെ കുറേ കയറിപ്പോയി, ഇറങ്ങി 2021 ഡിസംബറിൽ വീണ്ടും അത് കയറിപ്പോയി, പിന്നെ വീണ്ടും തിരിച്ചു വന്നു. 2022 മാർച്ചിൽ അത് വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക്, കൂടാതെ ഇതൊക്കെ ചാനലായിട്ട് കണക്കാക്കാം നമുക്ക്. ഇതിനോടൊപ്പം നമ്മൾ ചാനൽ പറഞ്ഞു പോകുന്നത്, ഇതൊക്കെ ഡിസെൻഡിങ് ചാനലുണ്ട്, ഇത് അസെൻഡിങ് ചാനലുണ്ട്. ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചാനൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാനൽ ഇവിടെ വന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു പോകുമ്പോൾ കുറേ കൂടി എളുപ്പമുണ്ടാവും സ്റ്റഡി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. മറ്റ് കമ്പനികളിൽ നമുക്ക് പരിശോധിക്കാം. ഇതിലിപ്പോൾ ഈ പാരലൽ ചാനലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതൊരു ചാനൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതൊരു ചാനലായിട്ടാണ് വരുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് ഈ ചാനൽ ഇതുവരെ പോയിട്ട് ഇത് നിങ്ങളൊരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ NSC പോലുള്ള അക്കാഡമികളിലൊക്കെ കുറേ കാശ് കൊടുത്ത് പഠിക്കുമ്പോൾ മാത്രമേ 50,000 ചിലപ്പോൾ ലക്ഷങ്ങളൊക്കെ അത്രയും, അല്ലെങ്കിൽ 40,000 50,000 60,000 ഞങ്ങളുടെ കഴിവനുസരിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിയുള്ളൂ. അപ്പോൾ അല്ലാതെ ആരും പറഞ്ഞു തരില്ല ഇത്. അപ്പോൾ വർത്തിയാണ്, ഫുള്ളായിട്ട് കേൾക്കണം. ഫുള്ളായിട്ട് കേട്ടാൽ മാത്രം പോരാ. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം. ഇതൊരു ഫൈനാൻസ് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഷെയർ ചെയ്യണം, മറ്റുള്ളവരിൽ എത്തിക്കണം. അങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇതിനോടൊപ്പം സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഇത് സപ്ലൈ സോണാണ്. അപ്പോൾ സപ്ലൈ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ 2021 തുടങ്ങിയെന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ അത് വന്നിട്ട് ഇപ്പം ഇങ്ങനെ 2023 ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സപ്ലൈ ഡിമാൻഡ് സോൺ ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ റെസ്പെക്റ്റ് ചെയ്തൊരു കമ്പനി നമ്മൾ അത്ര കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ വന്നിട്ട് 2024 ജനുവരിയിൽ വീണ്ടും ഈ ഡിമാൻഡ് സോണിൽ നിന്ന് എടുത്തിട്ട് സപ്ലൈ സോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഈ കാണുന്നത്. കേട്ടോ, ഒരു അസെൻഡിങ് ചാനലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചത് ഒരു ഡിസെൻഡിങ് ചാനലാണ്. ഈ ഡിസെൻഡിങ് ചാനൽ കഴിയുമ്പോൾ അപ്പോൾ 2 കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടും. ഒന്ന്, ഈ ഡിമാൻഡ് സോൺ വന്നു. അപ്പോൾ ഈ ഡിമാൻഡ് സോണിൽ എത്തുമ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ തട്ടി തിരിച്ചു പോകുമെന്ന് നമുക്കറിയാം. കാരണം ഒന്നിൽ കൂടുതൽ തവണ അത് ആവർത്തിക്കുന്നുണ്ട്. ഹിസ്റ്ററി റിപ്പീറ്റ് എന്നാണ് ഇതിൽ പറയുക. അപ്പോൾ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഒക്കെ ആവർത്തിക്കണം. അത് 3ാമത്തെ തവണ ഇവിടെ വന്നിട്ട് ആവർത്തിച്ച് പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ ആവർത്തിച്ച് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്ക് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാം. കേട്ടോ, ഇത് ഒരു ടൈം ഇവിടെ വന്നു, 2ാമത്തെ ടൈം വന്നു, 3ാമത്തെ ടൈം. ഇത് ഒരു ദിവസം കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. ഇത് ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിപ്പോൾ വന്നിട്ട് നമുക്ക് അത് റിമൂവ് ചെയ്യാം നമുക്കത്. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ 2021 വന്ന്, അതുപോലെ തന്നെ ഇത് 2022 വന്ന്, ഇങ്ങനെ ആവർത്തിച്ച് ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അത് വലിയ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൻ്റെ ഒരു റേഞ്ചാണത്. ചെറിയ റേഞ്ചല്ല, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ല ഇത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു കാലം കൊണ്ട് സംഭവിക്കുന്ന ഇത്. നമ്മൾ നമ്മൾ കാത്തിരുന്നെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററി പഠിക്കാനാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റോക്ക് നമ്മൾ പരിചയപ്പെടണം, അല്ലെങ്കിൽ കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മെയ് 2024 മെയ്യിലാണ് ഈ സ്റ്റോക്ക് ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ്, ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് കണ്ടതെന്ന് കൂട്ടുക. അപ്പോൾ ഈ ഒരു ലെവലിൽ 2024 മെയ്യിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഇങ്ങനെ
ഈ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കേണ്ടതെന്ന് മനസ്സിലാണ്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് സോണ് നമ്മൾ നോക്കാം. ഈ ഡിമാൻഡ് സോണ് നമ്മളിത് പുറകിൽ ഇത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകും നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ 2023 നവംബറിൽ ഉണ്ടായിട്ടുണ്ട്, 2022 അങ്ങനെ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു ട്രേഡിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനും ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വിശ്വസിച്ച് എടുക്കാവുന്ന കമ്പനിയാണത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടോ, ഈ ഒരു ലെവലിൽ വന്നിട്ട് ഈ ഡിമാൻഡ് സോൺ ഇവിടെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതൊരു ഡിസെൻഡിങ് ചാനലായിട്ട് കണക്കാക്കാം. ഇതുണ്ടോ, ഈ ഒരു ലൈന് ഒരു ഡിസെൻഡിങ് ചാനലായിട്ട് കണക്കാക്കാം. ഈ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു ഡിസെൻഡിങ് ചാനലായിട്ട് കാണാം. ഈ ഡിസെൻഡിങ്ങും ഇതിനോടൊപ്പം ഈ ഡിമാൻഡ് സോണും കൂടിയിട്ട് ഒന്നിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ അത് ഇത്രയും കാലം ഇതിനിടയിൽ സ്വിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്വിങ്ങിൽ ആൾക്കാർ നല്ല കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നല്ല മിടുക്കന്മാരായിട്ട് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ നല്ല കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ ഇതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവരൊക്കെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്ന് ഇതാണോ ഇവിടെ ഒരു സ്വിങ് കിട്ടി. ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എടുത്തിട്ട് ഇതുവരെ കൊണ്ടുവരുന്നെങ്കിൽ ഉണ്ടോ, അതിൻ്റെ ഞാൻ ചാർട്ട് ഒരു ഇത് വെച്ചിട്ട് ട്രെൻഡ് ലൈൻ വരച്ച് കാണിച്ചാൽ ഇതുണ്ടോ, ഇവിടെ നിന്ന് വന്നിട്ട് ഇത്രയും വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്വിങ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്താൽ മതി. അത് എക്സിറ്റ് ചെയ്തിട്ട് അതുപോലെ ഇവിടെ നിന്ന് ഷോർട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഡിമാൻഡ് സപ്ലൈ സോണിൻ്റെ അവിടെ നിന്ന് ഷോർട്ട് സെല്ല് ചെയ്യാം. ഷോർട്ട് സെല്ല് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുമ്പോൾ അല്ല അതിൻ്റെ ഇത്തിരി മുന്നേ അത് കൺഫേം ആകുമ്പോൾ വിൽക്കാൽ ഒരു നിശ്ചിത ശതമാനം ലാഭത്തോണ്ട് വിൽക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ സ്വിങ്ങുകൾ ഇങ്ങനെ നടന്നു. ഈ സ്വിങ്ങിലൊക്കെ കാശുണ്ടാക്കിയ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ഇതിൽ പ്രധാന പോയിന്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാത്തിനും കൂടി എല്ലാ കാശിനും കൂടി സ്റ്റോക്ക് ബൈ ചെയ്ത് വെക്കരുത്. അത് വെക്കാതെ നമ്മൾ കുറച്ച് കാശ് എപ്പോഴും റിസർവായിട്ട് വെക്കണം. അത് ഇതിൻ്റെ മണി പാർക്കിംഗ് ഇതുണ്ട്. അതായത് അത്തരം കുറേ എന്താ പറയുക മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, മണി പാർക്കിംഗ് ലിക്വിഡ് ഫണ്ടുകൾ. അതിലൊക്കെ ക്യാഷ് ഇട്ട് വെക്കുക. അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ട് കാശ് ഇതിന് ആവശ്യം വരുമ്പോൾ മാത്രം ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രം വാങ്ങിക്കാൻ പാടില്ല. എല്ലാ കാശും കൂടി വാങ്ങിച്ചിട്ട് അതിൽ ഓപ്പർച്യൂണിറ്റി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ വലിയ പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ട്രേഡ് എടുത്തു എന്ന് പറഞ്ഞില്ല. ഈ ട്രേഡ് ഇവിടെ നിന്ന് എടുത്തോ. ഇതിൻ്റെ ഈ ഡിമാൻഡ് സോൺ അതുപോലെ ഈ ഇതിലെത്തിയപ്പോൾ അതിൻ്റെ അത് റിമൂവ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ കുറേ റിമൂവ് ചെയ്യേണ്ടത് അറിയിക്കട്ടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് വീണ്ടും ഒരു അസെൻഡിങ് ചാനൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേട്ടോ. ഈ അസെൻഡിങ് ചാനൽ ഇവിടെ ഇങ്ങനെ സൃഷ്ടിച്ചു. ഇനി ഇത് ഇപ്പം മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇനി ഇവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും മാർക്കറ്റൊക്കെ ഇങ്ങനെ അപ് ട്രെൻഡിൽ വരികയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ, അതായത് നിഫ്റ്റിയൊക്കെ തുടർന്നും അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് നല്ലൊരു സിറ്റുവേഷനാണ്. സ്വാഭാവികമായിട്ടും ഈ ലെവൽ ഇത് ബ്രേക്ക് ചെയ്യും. കാരണം ഇത്രയും കാലം ഈ ലെവൽ ഇത് റെസ്പെക്റ്റ് ചെയ്ത് തിരിച്ചു പോയി കണ്ടോ, തിരിച്ചു പോയിട്ട് വന്നതാണ്. ഇനി ഈ ചാനൽ ചിലപ്പോൾ ഇവിടെ ഒരു ചെറുതായിട്ടൊരു പ്രൈസ് ആക്ഷൻ എടുക്കും. ഇതിങ്ങനെ, അതായത് ഒരു പ്രൈസ് ആക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇതുവരെ വന്നിട്ട് സ്വാഭാവികമായിട്ട് ഇതുവരെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇനി ഇവനെ അങ്ങനെ തൊടാൻ വരും. തൊടാതെ അല്ലെങ്കിൽ തൊട്ടിട്ട് തിരിച്ചിങ്ങനെ പോകും. ഇതിനാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി വരുന്നത്. ഈ ഒരു ലെവലിലൂടെയാണ് ഇത് ഇങ്ങനെ വന്ന് പോവുക. അപ്പോൾ ഇവിടുന്ന് ഈ ആദ്യത്തെ റിട്ടേൺ ആയിട്ടുള്ള റിവേഴ്സലായിട്ടുള്ള ഈ ഒരു ലൈനിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് വന്ന് തിരിച്ച് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാൻ വേണമെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഈ ഒരു ലെവലിൽ തുടങ്ങാൻ, അതല്ലെങ്കിൽ ഒന്നുകൂടി കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക്, അതായത് ഇവിടെ നിന്നാണല്ലോ ഇറങ്ങിയത്. ഈ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് മേടിക്കാം. ഇവിടെ വെച്ച് മേടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിങ്ങനെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെത്. അപ്പം എന്നിട്ട് നമ്മളൊരു അടുത്ത എപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിമാൻഡ് സോൺ സൃഷ്ടിക്കും സ്വാഭാവികമായിട്ടും ഒരു സപ്ലൈ സോൺ. ഇതിപ്പോൾ ഒരു അടുത്ത ഡിമാൻഡ് സോണായിട്ട് വരുന്നത്. ഈ ലൈന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡിമാൻഡ് സോണായിട്ട് വന്നിട്ട് ഇതിങ്ങനെ ഒരു ഡിമാൻഡ് സോണായിട്ട് ഇങ്ങനെ വരും. ഒരാളെ സാധ്യത ഉണ്ട് ഈ സ്റ്റോക്കിന്. നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അത് വന്നിട്ട് പിന്നെ അടുത്തൊരു സപ്ലൈ സോൺ എവിടെയാണ് സൃഷ്ടിക്കുന്നത് നോക്കണം. അതൊറ്റ ലെവലിലുള്ള സപ്ലൈ സോൺ നമ്മൾ കണക്കാക്കരുത്. ഒരു പ്രാവശ്യം വന്ന് 2 പ്രാവശ്യം വന്ന് 2-3 പ്രാവശ്യത്തിലും കൂടുതൽ വരുമ്പോഴാണ് അത് നമ്മൾ കണക്കാക്കേണ്ടത്. അങ്ങനെയാണ് അതിൽ വരിക. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയൊക്കെയാണ് ഈ കാര്യത്തിൽ ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, അസെൻഡിങ് ചാനൽ, ഡിസെൻഡിങ് ചാനൽ, ഇങ്ങനെ ഇതിൽ വരുമ്പോഴൊക്കെ നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇനി നമ്മൾ കുറച്ച് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോട്ടം, അതുപോലെ തന്നെ ഡബിൾ ബോട്ടത്തിൻ്റെ ഞാനിതിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇതിൽ ഇടാം. നമുക്കിതിൽ കാണാം, ചാർട്ടിലല്ലാതെ തന്നെ. ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇത് ഞാനിത് ഇട്ട് തരാം. ഡബിൾ ബോട്ടം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു W പോലെയാണ്. ഈ W
ഇതിങ്ങനെ ഇരിക്കും. ഡബിൾ ബോട്ടം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇനി അതിൻ്റെ അത് വേണമെങ്കിൽ ഞാനത് ചാർട്ട് ഇട്ട് തരാം വേണമെങ്കിൽ. ഇതാണ് ഡബിൾ ബോട്ടം. ഈ ഡബിൾ ബോട്ടം എന്ന് പറയുമ്പോൾ ഒരു ഡബ്ല്യു പോലെ ഉണ്ടാവും. ഈ ഡബിൾ ബോട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ട് 2 ബോട്ടം ഇവിടെ വന്നില്ലേ. ഈ 2 ബോട്ടം ഇവിടെ വരുമ്പോൾ കാരണം ഒരു ബോട്ടം ഇവിടെ വന്നു, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരണതാണിത്. മുകളിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരുന്നതിനെ കുറിച്ച് ആണിത് കാണിക്കുന്നത്. മുകളിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് ഇവർ ഈ ബോട്ടത്തിലെത്തി. എന്നിട്ട് അതൊരു റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും ആ തുടങ്ങിയതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു ഡബ്ല്യു മോഡൽ ഉണ്ടാക്കും, അതായത് ഡബിൾ ബോട്ടം. എന്നിട്ട് വീണ്ടും ആദ്യത്തെ ലൈന് ടച്ച് ചെയ്യണ്ടെന്ന് നോക്കണം. ഇതിൻ്റെ ആ ലൈന് ടച്ച് ചെയ്ത ഫസ്റ്റ് ബോട്ടം ഡബിൾ ബോട്ടമാണല്ലോ. അപ്പോൾ ഈ ബോട്ടം ടച്ച് ചെയ്യുന്നുണ്ടാകും നോക്കണം. അപ്പോൾ അതേ ലൈനിൽ വന്നിട്ട് ഇത് തിരിച്ചു പോകണമെങ്കിൽ നമുക്ക് എവിടുന്ന് ട്രേഡ് എടുക്കാം. തിരിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്, അല്ലെങ്കിൽ നല്ല സ്റ്റോക്കാണ് വേണ്ടിയെന്നാൽ വിറ്റിലേൽ ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് എടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ, ഈ ഡബ്ല്യു, അതായത് ഈ ഡബിൾ ബോട്ടത്തിൻ്റെ ഈ ഒരു ലെവൽ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ട്രേഡ് എടുക്കാം. പിന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് നമുക്കിത് ഒഴിവാക്കാം. അതാണ് ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞത്. അതായത് ട്രെൻഡ് റിവേഴ്സലാണ്, ബുള്ളിഷ് ട്രേഡ് എടുക്കാവുന്നതാണ് ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞത്. ഇനി ഡബിൾ ടോപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഡബിൾ ടോപ്പ് എന്താണെന്ന് നോക്കുമ്പോൾ ഡബിൾ ടോപ്പ് നേരെ മറിച്ചാണ്, അതും ട്രെൻഡ് റിവേഴ്സലാണ്, പക്ഷേ അത് ബെയറിഷാണ്. അത് ബെയറിഷ് ഇതെങ്ങനെ സംഭവിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ തിരിച്ചാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതായത് ഇത് ഡബ്ല്യു പോലെയാണെങ്കിൽ ഇതൊരു എം പോലെയാണ് വരിക, ഒരു എം, അതായത് ഡബിൾ ടോപ്പ്. ഈ ഡബിൾ ടോപ്പിൽ എന്ത് സംഭവിക്കണമെന്ന് നോക്കാം. ഡബിൾ ടോപ്പിൽ ആദ്യം ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനെ വന്ന് കയറി ഒരു ലെവലെത്തിയപ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ എടുത്തു, കുറച്ചൊരു ഇൻഡിസിഷൻ മോഡിൽ നിൽക്കും. ഈ മോഡിൽ നിന്ന് ഇത് നേരെ കയറി പോയിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ അത് മടങ്ങും. ആ ഒരു പോയിന്റിലെത്തി പിന്നെ ആദ്യത്തെ തിരിച്ചെടുത്ത പോയിന്റിൽ എത്താതെ അതായത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയതിൻ്റെ ആ ലെവലിൽ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് മടങ്ങും കേട്ടോ. ഒരു എമ്മിൻ്റെ ലെവലിലേക്ക് പോകണല്ലോ. ഇങ്ങനെ പോയിട്ട് വീണ്ടും ഇവിടെ വെച്ച് തിരിച്ചു വരുന്നുണ്ടോ നോക്കണത് കേട്ടോ. ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടോ ആടാ. ഈ ഒരു ലെവല് ഇവിടെ തട്ടി ഇവിടെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ കോൺഫിഡൻസിൻ്റെ ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇവിടുന്ന് എടുത്താൽ കൂടുതൽ ലാഭം കിട്ടും, പക്ഷേ ചിലപ്പോൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും കൂടി നമ്മൾ കൺഫേം വരുത്തണമെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ട്, ഈ ഒരു ലെവല്, അതായത് ഈ എമ്മിൻ്റെ ഈ ഡബിൾ ടോപ്പിൻ്റെ ആദ്യത്തെ ടോപ്പ് തിരിച്ചു വന്നു, രണ്ടാമത്തെ അതിന് ഡൗൺ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ഒരു ലെവൽ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ ലെവലിലേക്ക് വീണ്ടും രണ്ടാമത്തെ ടോപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഡബിൾ ടോപ്പിൻ്റെ ആ ലൈന് തിരിച്ചു വന്നിട്ട് ഈ താഴെ ഇത് തിരിച്ചു പോയ ലൈനിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ് ഷോർട്ട് ചെയ്യുക. അത് ഷോർട്ട് സെല്ലേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് നിങ്ങൾക്ക് ഓപ്ഷൻ വേണ്ടി വരും. ഓപ്ഷൻ അതായത് ഒന്നല്ലെങ്കിൽ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒക്കെ ഓപ്ഷൻ എടുക്കണം. അതല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ എടുക്കാം. ഓപ്ഷൻ എടുക്കുന്നത് പലപ്പോഴും ഈ സ്റ്റോക്കുകളുടെ ഓപ്ഷൻ എടുക്കുന്നതിനേക്കാളും നിഫ്റ്റി, കാരണം അതിൽ ഭയങ്കര വോളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവും, പ്രൈസ് കൂടുതലുണ്ടാവും. നിഫ്റ്റിയുടെ എടുക്കണതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് ഇവിടെ ഷോർട്ട് സെല് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഷോർട്ട് സെല് ചെയ്തിട്ട് ഇതിൻ്റെ ലെവലിൽ കയറിപ്പോയ ലെവലുണ്ടല്ലോ, അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മളിത് കയറിയിട്ടുണ്ടാവുക. ഇതിലിങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ചിലപ്പോൾ ഇത് തിരിച്ച് വീണ്ടും കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു ലൈനിൽ എത്തുമ്പോൾ വിൽക്കണം. അപ്പോഴേക്കും നമുക്കൊരു ന്യായമായ ഒരു ലാഭം കിട്ടിയിട്ടുണ്ടാവും. ഇത്രയാണ് നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, ഇതൊക്കെ പഠിച്ചു. അസെൻഡിങ് ട്രയാങ്കിള്, അസെൻഡിങ് ചാനല്, ഡിസെൻഡിങ് ചാനല്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് ഇത് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ അസെൻഡിങ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ പഠിച്ചു. അസെൻഡിങ് ട്രയാങ്കിൾ ഇത് പഠിച്ചു കേട്ടോ. ഡിസെൻഡിങ് ചാനൽ നമ്മൾ പഠിച്ചു, അസെൻഡിങ് ചാനൽ പഠിച്ചു. ഇതിൽ നിന്ന് നമുക്ക് വേറെ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് പഠിക്കാം. ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് നിശ്ചയമാകുമെന്ന് വിചാരിക്കുന്നു. ട്രെൻഡ് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അസെൻഡിങ് ട്രയാങ്കിൾ അതായത് ഇതിവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. ഇതിന് പകരം ഈ ട്രെൻഡ് ലൈന് ഇതൊരു ട്രെൻഡ് ലൈന് സൃഷ്ടിക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഇത് ഡൗൺ ട്രെൻഡിൽ നിന്ന് നമുക്ക് വരയ്ക്കാം. ഡൗൺ ട്രെൻഡിൽ നിന്ന് ഇത് വരച്ച് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈന് കണ്ട ഈ ലോവർ
ഹൈ ലോവർ ഹൈ എടുത്തെടുത്തെടുത്തെടുത്തെടുത്തിട്ട് പോകണുണ്ടല്ലേ. ഈ ലോവർ ഹൈ എടുത്തെടുത്തെടുത്തിട്ട് ഏതുവരെ പോയി, ഇതുവരെ പോയി. ഈ ലോവർ ഹൈ നമുക്ക് ഇതിൻ്റെ കളറ് വേറെ ഒന്ന് കൊടുക്കാം, ഇതിൻ്റെ റെഡ് കളർ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഇത്തിരി കൂടി തിക്നെസ് കൊടുക്കാം. തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇതാണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ നല്ല ചാർട്ടാണ്. അപ്പോൾ ഉണ്ടോ ഈ ഒരു ലെവലിൽ നിന്ന് ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു ഹയർ ഹൈ സൃഷ്ടിച്ചുകൊണ്ട് വരികയാണ്. ഉണ്ടോ ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ നിന്നൊരു ഹയർ ഹൈ ഉണ്ടാക്കി, ഇവിടെ നിന്നൊരു ഹയർ ഹൈ ഉണ്ടാക്കി, ഇവിടെ നിന്നൊരു ഹയർ ഹൈ ഉണ്ടാക്കി. അപ്പോൾ ഈ ലോവർ ഹൈയും അതോടൊപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരു ലോവർ ഹൈ കാരണം ഇവിടെ നിങ്ങൾ താഴോട്ട് വരുന്നില്ല, ഈ ട്രെൻഡ് ലൈനും താഴോട്ട് വരുന്നില്ല. ലോവർ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ലോവർ ഹൈ അതുപോലെ ഹയർ ഹൈ ഇങ്ങനെ ഉണ്ടാക്കി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവലിൽ നിന്നോ ഇതിൻ്റെ ഒന്നുകിൽ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാം, വല്ല ഒന്നുകൂടി കൺഫർമേഷൻ വേണമെങ്കിൽ അടുത്ത ഈ ലെവലിൽ നിന്ന് എടുക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഫസ്റ്റ് ലെവൽ ഒഴിവാക്കി നമുക്ക് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. വേണമെങ്കിൽ ഒന്നുകൂടി നമുക്കൊരു കൺഫർമേഷൻ വേണ്ടി അടുത്ത ഒരു ലെവലിൽ നിന്ന് എടുത്താലും നമുക്ക് കിട്ടും. ഈ എൻട്രി എടുത്താലും നമുക്ക് എന്തുണ്ട് അത്യാവശ്യം ഇവിടെ വെച്ച് ഉണ്ടോ. അപ്പോഴേക്ക് എന്തായി, ഈ സപ്ലൈ സോണിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് വിറ്റ് ഒഴിവാക്കിയാൽ മതി. പിന്നെ വീണ്ടും തിരിച്ച് ഷോർട്ട് ബിയർസ് കരടികൾ പിടിമുറക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ കരടികളുടെ ഊഴാണ്, സപ്ലൈ തുടങ്ങിയ കരടികളുടെ ഊഴാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ കുറച്ച് ഷെയറുകളെ കുറിച്ച് പറഞ്ഞു. അത്തരം ഷെയറുകളുടെ ടൈറ്റാൻ്റെ ഷെയറിൽ ഞാൻ വേറെ സംഗതി കണ്ടിട്ടുണ്ട്. അത് കപ്പൻ സോസറിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. കപ്പൻ സോസർ അതിപ്പോൾ അതിൽ വർക്ക് ആവുന്നുണ്ടാകുന്ന നോക്കട്ടെ. ടൈറ്റാൻ മിക്കവാറും അത് വർക്കാവും, അല്ലെങ്കിൽ അത് പോകും. ടൈറ്റൻ കമ്പനിയുടെ ഒരു ചാർട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണൊക്കെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ടൈറ്റാനിലല്ല, ക്ഷമിക്കണം, ഇത് കപ്പൻ സോസറിൻ്റെ ഉള്ള വേറെ ഇതിലാണ്. ടൈറ്റാനിൽ അതില്ല. ടൈറ്റാനിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ ഇപ്പോൾ കയറി പോയിട്ടുണ്ട്. അത് പുതിയ സപ്ലൈ ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണിപ്പോൾ. ഡിമാൻഡ് സോണിൽ നിന്ന് വന്ന് പിന്നെ സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. മിക്കവാറും ഇത് ടൈറ്റാൻ എന്തുണ്ടാക്കും, അടുത്തൊരു സപ്ലൈ സോണ് എടുക്കും. അപ്പോൾ ഈ ഡിമാൻഡ് സോണ് ഇപ്പോഴത്തെ സപ്ലൈ സോണ്, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സപ്ലൈ സോണ്, അത് ഡിമാൻഡ് സോണായിട്ട് പിന്നീട് മാറും. അതായത് ഇപ്പോഴത്തെ ഈ സപ്ലൈ സോണ് ഇതാണ് നിലവിലെ സപ്ലൈ സോണ്. അത് എന്താവും, ഇതിൻ്റെ മുകളിൽ ഇനി എവിടെയെങ്കിലും ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ പുതുതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഡിമാൻഡ് സോണായിട്ട് മാറും. ഇത് അപ്പോൾ ഡിമാൻഡ് സോണും ഇത് സപ്ലൈ സോണും ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് അതിന് സംഭവിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ അതിനെ പറയുന്ന ഈ എസ്കോട്ടിൻ്റെ സൈറ്റ്. എസ്കോട്ട് ഇപ്പോൾ കുബോട്ട രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എസ്കോട്ടിൻ്റെ ഇതിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു കപ്പൻ സോസർ പാറ്റേൺ ഇതിൽ കാണുന്നുണ്ട്. വേണ്ട, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഒരു കപ്പൻ സോസർ ഇത് ലെവലിവിടെ കാണുന്നുണ്ട്. അതൊരു കപ്പ് പോലെ വന്നൊരു കപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ സോസർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവിടെ. ഈ കപ്പിൻ്റെ ഈ ഹാൻഡിൽ വേണ്ട, ഈ കപ്പൻ ഹാൻഡിലാണ്. കപ്പൻ സോസറല്ല, കപ്പൻ ഹാൻഡിൽ എന്നാണ് ഇതിന് പറയുന്നത്. ഈ കപ്പൻ ഹാൻഡിൽ, ഈ ഹാൻഡിൽ ഇനിയിപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇത് ഇൻകേസ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. എസ്കോട്ട് അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെയൊക്കെ ലെവലുണ്ട് ഇതിന്. വേണ്ട, ഇവിടെയൊക്കെ ലെവൽ നിൽക്കുന്നില്ല, ലെവലൊക്കെ ചിലപ്പോൾ ഉയർന്നു പോയി, ലെവൽ വരെ ഉയർന്നു പോകാൻ ഇതിൽ നിന്നൊക്കെ നല്ല ലാഭം എടുക്കാൻ പറ്റും, സാധ്യത ഉണ്ട്. ഇൻകേസ് ഇവിടുന്ന് ട്രേഡ് എടുക്കാം. ഇപ്പോൾ ഈ കപ്പൻ സോസറിൻ്റെ ലെവലിൽ ട്രേഡ് എടുക്കാം. ഇൻകേസ് അത് താഴോട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒഴിവായാൽ മതി, കുഴപ്പമുള്ളതല്ല. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ട മെത്തേഡുകൾ. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ പുസ്തകമുണ്ട്. നമ്മളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ട്രേഡ് മാർക്കറ്റിലൂടെ നമുക്ക് നമ്മുടെ പുസ്തകം ഏതാണ്, ഇത് ട്രേഡ് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റിലൂടെ നേട്ടമുണ്ടാക്കുക എന്നുള്ള ബുക്കാണ്. അതിൽ SIP ഉണ്ട്, കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാം, അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഫേസ്ബുക്ക് ചാനലുണ്ട്, ഫേസ്ബുക്കുണ്ട്. പിന്നെ അതുപോലെ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇമെയിലോ ഒക്കെ സംശയങ്ങളുടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ട്രേഡ് ചെയ്യാം. ഇതെല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കുറേ കൂടി നമുക്ക് റീച്ച് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ
വിവരങ്ങളുമായിട്ട് പിന്നെ വരാം. കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു ഇത് ഞാനിതിൽ എഴുതിയിടാം. അത് മനസ്സിലാക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് നോയ്സ് ഉണ്ടായിട്ടുണ്ട്, അതിൽ ക്ഷമ ചോദിക്കുന്നു. അത് കുട്ടികളുടെ ഈ അവരുടെ സ്കൂളില്ലാത്ത ദിവസമുണ്ട്, അവരുടെ കുറച്ച് കളിയും കാര്യങ്ങളും കരച്ചിലൊക്കെ ഉണ്ട്. അത് ക്ഷമിക്കുക. അടുത്തതിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ വരുന്നത്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. താങ്ക് യു.